അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ്. അപകടാവസ്ഥയിനാൽ കപ്പലിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 പേരെ നാവികസേന ഇതിനിടയിൽ രക്ഷപ്പെടുത്തിയിരുന്നു. മുങ്ങുന്നതിനിടെ ഇന്ന് രാവിലെ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു. രക്ഷാപ്രവർത്തനത്തിനിടെ നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ കണ്ട ദൃശ്യങ്ങളല്ല. ഇന്നലെ ഏറെക്കുറെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ നിലയിലായിരുന്നു കപ്പലെങ്കിൽ ഇന്ന് അത് പൂർണ്ണമായും ചെരിഞ്ഞ് കടലിലേക്ക് വീണ അവസ്ഥയിലാണ്. കൂടുതൽ കണ്ടെയ്നറുകളും വെള്ളത്തിലേക്ക് വീണു എന്നതാണ് സാഹചര്യം. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ കണ്ടെയ്നറുകൾ കടലിൽ വീണത് ഉണ്ടാകുന്നത് എന്നതാണ് സാഹചര്യം. രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്ന 24 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു. സമയോചിതമായ ഇടപെടൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും അവിടെ നടത്തി എന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഇത്തരമൊരു അപകടം നടന്നു. രക്ഷിക്കണം, രക്ഷാ സന്ദേശം, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിളി നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ലഭ്യമാവുന്നു. ഉടൻ തന്നെ ആക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. കൊച്ചി തീരത്തിൽ നിന്നും 70 കിലോമീറ്ററോളം അകലെയുള്ള രാജ്യാന്തര കപ്പൽ ചാലിലൂടെ കടന്നു പോയിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെടുന്നത്. അവിടെ പെട്ടെന്ന് എത്തുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. കൂടുതൽ ആളുകളെ മാറ്റി കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ അതിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് അവരെ അവിടേക്ക് രക്ഷിച്ചു മാറ്റുന്നു. ഒപ്പം തന്നെ കൂടുതൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് അവിടെ സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നു, ഡോക്ടർമാരുടെ സംഘത്തെ ഒരുക്കുന്നു. അങ്ങനെ വളരെ വേഗത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. പക്ഷേ ഈ കപ്പൽ അപകടമുണ്ടാക്കുന്ന ആശങ്ക അതൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടവെക്കുമോ എന്നതാണ്. കാരണം കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ മറൈൻ ഓയിലാണ്. സൾഫർ കണ്ടൻറ്റുകൾ അടങ്ങിയ മറൈൻ ഓയിലുകൾ ഉള്ളടക്കമായി വരുന്നതിനാൽ തന്നെ അത് കടലിലും പ്രദേശങ്ങൾക്കും വലിയ പാരിസ്ഥിതിക നാശമുണ്ടായേക്കാം. എന്ന് മാത്രമല്ല, തീരത്തേക്ക് കണ്ടെയ്നറുകൾ വന്നടിഞ്ഞാൽ, കണ്ടെയ്നറുകളിൽ നിന്നും ചോർച്ചയുണ്ടായാൽ, അതല്ലെങ്കിൽ ആളുകൾ അത് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അതിഗുരുതരമായ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടവച്ചേക്കാമെന്ന ആശങ്ക കൂടി വരുന്നുണ്ട്. പതിച്ച കണ്ടെയ്നറുകൾ ഉച്ചയോടെ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ തീരത്തടിയാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. കപ്പൽ അപകടത്തിൻ്റെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്. എണ്ണച്ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എണ്ണച്ചോർച്ച ഉണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്നതാണ് അവസ്ഥ.